ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വികൃതിയായ ഒരു കുട്ടിക്കുരങ്ങന്റെയും ക്ഷമയുള്ള പാണ്ടയുടെയും കഥയാണ്. പണ്ടൊരിടത്ത് ഭംഗിയുള്ള വെള്ളച്ചാട്ടവും തിങ്ങി നിറഞ്ഞ മുളകളുമുള്ള അതിമനോഹരമായ ഒരു കാട്ടിൽ ഒരു പാവം പാണ്ട ജീവിച്ചിരുന്നു. പേര് ടിൻഡു. മുളയാണ് അവന്റെ പ്രിയപ്പെട്ട ഭക്ഷണം. തണൽ മരങ്ങളുടെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് അവന്റെ ഇഷ്ട വിനോദം. തൊട്ടടുത്തുള്ള മറ്റൊരു മരത്തിൽ കുസൃതി കൂട്ടനായ കിട്ടുക്കുരങ്ങൻ താമസിച്ചിരുന്നു. മറ്റു മൃഗങ്ങളെ പറ്റിച്ച് രസിക്കുന്നതായിരുന്നു അവനിഷ്ടം. ഒരു ദിവസം പതുക്കെ ആസ്വദിച്ചു മുളകൾ കഴിച്ചുകൊണ്ടിരുന്ന ടിൻഡുവിനെ കണ്ടപ്പോൾ കിട്ടുക്കുരങ്ങിന് ഒരു കുസൃതി തോന്നി. ഇവനെ കണ്ടിട്ടൊരു മണ്ടനാന്ന് തോന്നുന്നു. ഇവനിട്ടൊരു പണി കൊടുത്താലോ? കിട്ടു പെട്ടെന്നൊരു ആപ്പിൾ പറിച്ചെടുത്ത് പാണ്ടയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ടിൻഡു, ഇതൊരു മാന്ത്രിക ആപ്പിളാ. ഇത് കഴിച്ചാൽ നീ ഈ കാട്ടിലെ ഏറ്റവും വേഗത കൂടിയ മൃഗമാകും. പാവം ടിൻഡു അത് വിശ്വസിച്ചു. അത് കൊള്ളാമല്ലോ, ഒന്ന് കഴിച്ചു നോക്കാം. ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന ടിൻഡുവിനെ നോക്കി കിട്ടു പിന്നിൽ നിന്ന് ചിരിക്കുമായിരുന്നു. എന്നാൽ ഒട്ടും ദേഷ്യപ്പെടാതെ ടിൻഡു പറഞ്ഞു, മധുരമുള്ള നല്ല ആപ്പിളാ കിട്ടോ, താങ്ക് യു. കിട്ടുവിന് അത്ഭുതം തോന്നി. ഇവനെന്താ ദേഷ്യം വരാത്തത്? അടുത്ത ദിവസം പിന്നെയും ടിൻഡുവിനെ പറ്റിക്കാൻ അവൻ പുതിയ സൂത്രവുമായി എത്തി. പാറപ്പുറത്ത് പച്ചിലകൾ വിരിച്ച മെത്ത പോലെയാക്കി ടിൻഡുവിനെ ഇരിക്കാൻ വിളിച്ചു. ടിൻഡു, ഇത് നോക്ക്, നല്ല മെത്ത പോലെ ഉണ്ട്. നീയൊന്ന് കിടന്നു നോക്ക്. ടിൻഡു ചാടിക്കയറി അതിലിരുന്നതും ബ്ലം, പച്ചിലകളിൽ വഴുക്കി അവൻ വെള്ളത്തിലേക്ക് വീണു. ആഹാ കിട്ടു, ഇത് നിന്റെ കളിയായിരുന്നല്ലേ. അടുത്ത തവണ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനെന്താ ദേഷ്യപ്പെടാത്തത്? ഇവനെന്താ എപ്പോഴും ഇങ്ങനെ ചിരിക്കുന്നത്? ഒരു ദിവസം വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ടിൻഡുവിനെ നോക്കി കിട്ടു പറഞ്ഞു, ടിൻഡു, അവിടെ ഒരു മാന്ത്രിക കുളമുണ്ട്. അതിൽ കുളിച്ചാൽ ശരീരം മുഴുവൻ സ്വർണ്ണ നിറമാകും. നീയൊന്ന് പോയി നോക്ക്. ഓഹോ, എന്നാലൊന്ന് പോയി നോക്കാം. അങ്ങനെ ടിൻഡു പതുക്കെ പതുക്കെ കുളത്തിലേക്ക് നടന്നു. എന്നാൽ അതൊരു ചെളി നിറഞ്ഞ കുളമായിരുന്നു. ചിരിച്ചുകൊണ്ട് അവൻ ആ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. ഈ വെള്ളം കൊള്ളാമല്ലോ. സ്വർണ്ണ നിറമാകില്ലെങ്കിലും കളിക്കാൻ നല്ല രസമുണ്ട്. ഇത്രയും ചെയ്തിട്ടും ഇവനെന്താ ദേഷ്യം വരാത്തത്? ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. കിട്ടുവിന്റെ കുസൃതിക്കൊരു കുറവുമില്ല. അവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ടിൻഡുവിന് ദേഷ്യമേ വന്നില്ല. ഒരു ദിവസം കിട്ടു മരച്ചില്ലകളിൽ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽ വഴുതി അവൻ വള്ളികൾക്കിടയിൽ കുടുങ്ങിപ്പോയി. ഞാൻ കുടുങ്ങിപ്പോയേ, ഞാൻ പെട്ടുപോയേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഈ കരച്ചിൽ കേട്ട ടിൻഡു ഓടിപ്പാഞ്ഞെത്തി. കിട്ടു, നീ കരയണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം.
അവൻ വള്ളികൾ വലിച്ചു പൊട്ടിച്ച് കിട്ടുവിനെ രക്ഷിച്ചു. ആകെ നാണം കെട്ട കിട്ടു ടിന്റുവിനോട് പറഞ്ഞു, ടിന്റു, നിന്നെ ഞാൻ ഇത്രയും പറ്റിച്ചിട്ടും നീ എന്നെ ആപത്തിൽ സഹായിച്ചല്ലോ. കിട്ടു, സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹത്തിലൂടെ ഏത് ശത്രുവിനെയും മിത്രമാക്കാം. അങ്ങനെ കുട്ടിക്കുരങ്ങിന് തന്റെ തെറ്റ് മനസ്സിലായി. ടിന്റുവിന്റെ സ്നേഹത്തിനു മുന്നിൽ അവന്റെ എല്ലാ വികൃതികളും തോറ്റുപോയി. സോറി ടിന്റു, ഇനി ഞാൻ നിന്നെ പറ്റിക്കില്ല. നീ എന്നെ കൂട്ടുകാരനാക്കാമോ? അതിനെന്താ, ഇനി നമ്മൾ കൂട്ടുകാരാ. കുറച്ച് ഉള്ളകൾ കഴിച്ചാഘോഷിക്കാം. അന്നു മുതൽ ടിന്റുവും കിട്ടുവും ഉറ്റ സുഹൃത്തുക്കളായി മാറി. അപ്പോഴും കിട്ടു തന്റെ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അവ ആരെയും പറ്റിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരുന്നില്ല. ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? സ്നേഹവും ക്ഷമയും അമൂല്യങ്ങളായ ഗുണങ്ങളാണ്. എത്ര ദുഷ്ടന്മാരെയും സ്നേഹം കൊണ്ട് നമുക്ക് കൂട്ടുകാരാക്കാം. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.